ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശദമായി വിശകലനം ചെയ്യുമ്പോൾ വടകരയിൽ നടന്ന UDFൻ്റെ തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പ്രത്യേക സംസ്കാരമാണ് അതിലേക്കും നയിച്ചത് എന്ന് കാണാൻ കഴിയും. കേരളത്തിൻ്റെ പ്രതിസന്ധികളിൽ സഹായിച്ച ടീച്ചറമ്മ എന്ന പേരിനെ ആക്രമിച്ചുകൊണ്ടാണ് തുടക്കം. ഷെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് KK ലതികക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. യഥാർത്ഥത്തിൽ ഇത്തരമൊരാശയം പ്രചരിപ്പിക്കാനല്ല KK ലതിക അത് ഷെയർ ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ നാട് നിലനിൽക്കേണ്ടതുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇതുപോലുള്ള പ്രചാരവേല എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. UDF നടത്തിയ പ്രധാന പ്രചാരവേല ടീച്ചറെ വ്യക്തിപരമായി അധിക്ഷേപിക്കും വിധത്തിലായിരുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കും വിധത്തിലായിരുന്നു. അതിനെതിരായിട്ടുള്ള ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ അതിനെ കാഫർ എന്നും മറ്റും വിളിച്ച് മറുപടി പറഞ്ഞുകൊണ്ട് പരിഹരിക്കേണ്ട ഒന്നല്ല. അപ്പം ഇവിടെ കാഫർ എന്നുള്ള പ്രയോഗം ഉപയോഗിച്ച സ്ക്രീൻഷോട്ട് കാണുമ്പോൾ, സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ ഉടൻ പ്രചരിപ്പിക്കുന്നതിന് പകരം അതിനെ നിജസ്ഥിതി അന്വേഷിക്കലമായിരുന്നു. ആ നിജസ്ഥിതി അന്വേഷിക്കാതെ പ്രചരണം നടത്തിയാൽ അബദ്ധം പറ്റും. ഇത് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോടുള്ള കൃത്യമായിട്ടുള്ള വെല്ലുവിളിയാണ്. കാരണം ഇതൊരു ഭീകര പ്രവർത്തനത്തിന് സമാനമായൊരു വിദ്വേഷ പ്രവർത്തനമാണ്. ഗവൺമെന്റും മുഖ്യമന്ത്രി പരസ്യമായിട്ടാണ് ഇവരെ സംരക്ഷിക്കുന്നത്. കേരളത്തിൽ അപമാനകരമായ ഈ സംഭവത്തിൽ ഇത്രയും ആളുകളെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി കേസെടുത്ത് UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിറക്കേണ്ട കേസാണ്. പോലീസിന്റെ ചെവിക്ക് ഹൈക്കോടതി പിടിച്ചുകൊണ്ടാണല്ലോ ഇത്രയും സാധനം പുറത്തു വന്നത്. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷം CPIM ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്കുകളിൽ ഒന്നാണ് തിരുത്തൽ. മുഖ്യമന്ത്രിയും സർക്കാരും പാർട്ടിയും തെറ്റായ നയവും അടവ് നയവും ശൈലിയും അങ്ങനെ എല്ലാം തിരുത്തും. തിരുത്തലിനെ പറ്റി ഏറ്റവും കൂടുതൽ വാചാലനായ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു വാർത്താ സമ്മേളനത്തിലെ ഭാഗമാണിപ്പോൾ കേട്ടത്. കാഫിർ സ്ക്രീൻഷോട്ട് എന്ന വ്യാജ വർഗീയ പ്രചാരണത്തെ പൂർണ്ണമായി തള്ളുന്നതിനു പകരം UDFന്റെ പ്രേരണ എന്ന വാക്കാണ് അദ്ദേഹം ആവർത്തിച്ചുപയോഗിച്ചത്. സ്ക്രീൻഷോട്ട് പങ്കുവച്ച KK ലതികയെ ന്യായീകരിക്കുന്ന പാർട്ടി സെക്രട്ടറി യഥാർത്ഥത്തിൽ തള്ളുന്നത് ലതിക ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ KK ശൈലജയെയാണ്. പാർട്ടിയുടെ നയം ഇതാണെന്ന് സെക്രട്ടറി പറയുമ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. പോരാളി ഷാജി അടക്കമുള്ള സൈബർ കടന്നലുകളെ CPM തള്ളിപ്പറയുന്നു എന്നത് സ്വാഗതാർഹമാണ്. പക്ഷേ സ്ക്രീൻഷോട്ട് ആദ്യം പങ്കുവച്ച DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റിനോട് എത്രനാൾ കണ്ണടയ്ക്കാനാകും? വടകരയിലെ വോട്ടർമാർ നൽകിയ ജനവിധി മനസ്സിലാകുന്നില്ല. മാധ്യമപ്രവർത്തകരോടല്ല, സ്വന്തം രാഷ്ട്രീയാശയത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന വർഗീയ വിഷജന്തുക്കളോട് കടക്കൂ പുറത്ത് എന്ന് പറയാൻ CPIM എന്ന് പഠിക്കും? ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും KP നൌഷാദ് അലി, CPMൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ MN കാരശ്ശേരി, യൂത്ത് ലീഗിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മിസബ് കീഴരിയൂർ, ഒപ്പം തന്നെ RMP നേതാവും MLAയുമായ KK രമ ടെലിഫോൺ ലൈനിലും. ആദ്യം ഞാൻ KP നൌഷാദ് അലിയിലേക്കാണ് പോകുന്നത്. നൌഷാദ് അലി, ഇന്ന് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം കണ്ടല്ലോ. UDFന്റെ പ്രത്യേക രീതിയുടെ, കോൺഗ്രസിന്റെ പ്രത്യേക രീതിയുടെ പ്രതിഫലനമാണ് പിന്നീടുണ്ടായ കാഫിർ സ്ക്രീൻഷോട്ട് അടക്കം. എന്താണ് മറുപടി? MV ഗോവിന്ദൻ്റെ ഇന്നത്തെ പത്രസമ്മേളനം, അതിൻ്റെ ഒരു വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ അത് ശൈലജയെ തള്ളിയ ഒരു പത്രസമ്മേളനം എന്നതിൻ്റെ അപ്പുറത്ത് അതിനകത്ത് അദ്ദേഹം പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ സ്മൃതി നിങ്ങൾ നോക്കണം, ഈ 117 പ്രസംഗങ്ങൾ നരേന്ദ്രമോദി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയപ്പോൾ അതിൽ 70 100 പ്രസംഗങ്ങൾ ഇസ്ലാമോഫോബിക്കാണ് എന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമോഫോബിയെ പരീക്ഷിക്കാനും അതേസമയം മുസ്ലിം വിശ്വാസികളുടെ വൈകാരികതയെ ചൂഷണം ചെയ്യാനൊക്കെ ഒരേ സമയം ശ്രമിച്ച് വെട്ടിലായ CPMൻ്റെ ഒരു നഗ്നമായ രൂപമാണ് ഇന്ന് കേരളത്തിൽ അനാവൃതമായിട്ടുള്ളത്.
നിങ്ങൾ നോക്കണം, ഇവിടെ ഈ റബീഷ് രാമകൃഷ്ണൻ എന്ന ഈ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിൽ ഈ അന്വേഷണം എത്തി നിൽക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. അദ്ദേഹത്തിന് എവിടെ നിന്ന് ഇത് കിട്ടി, അദ്ദേഹം എങ്ങനെയാണ് ഇത് സമ്പാദിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ധാരണയും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഒന്നും പറയുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ആ പോയിന്റിൽ വെച്ച് ഇതങ്ങ് നിൽക്കുകയാണ്. ഈ പറഞ്ഞ ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പണ്ട് ഇൻസ്പെക്ടർ ബൽറാം എന്ന സിനിമയിൽ മമ്മൂട്ടി ശ്രീനിവാസൻ്റെ ക്യാമറ കളവ് പോയപ്പോൾ ഒരു കുട്ടൻ എന്ന ഒരു കള്ളനെ പിടിച്ച് ബിരിയാണിയും ചായയും സിഗരറ്റൊക്കെ കുടിച്ച് സൽക്കരിച്ച്, കുട്ട നീ അത് മോഷ്ടിച്ചിട്ടുണ്ടോ, സത്യം പറയടാ കുട്ട എന്നൊക്കെ പറഞ്ഞ ആ സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ പോലീസൊക്കെ ഇത് കേരളത്തെയാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ വലിയ നാണക്കേടും ലജ്ജയും തോന്നുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കണം, ഇവിടെ കോഴിക്കോട് റൂറൽ SP-യെ ഇവർ സ്ഥലം മാറ്റി, കണ്ണൂർ റേഞ്ച് IG ഇവർ സ്ഥലം മാറ്റി. ഈ പറഞ്ഞ പോലീസിൻ്റെ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉപരിയായിട്ട് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, CPM എന്നൊരു പാർട്ടി, അതൊരു മതേതര ജനാധിപത്യ പക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ്, BJP വിരുദ്ധതയുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടി BJP എന്താണോ ദേശീയ തലത്തിലൊക്കെ അനുവർത്തിച്ചു പോരുന്നത് അതിൻ്റെ ഒരു കേരള പതിപ്പ് വിജയത്തിന് വേണ്ടി നടപ്പിലാക്കി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് പിന്നെ എന്ത് വിശ്വാസ്യതയുള്ളത്? വർഗീയതയുടെ ഇത്തരത്തിലുള്ള കാളകൂട വിഷമാണ് ഇവർ വാറ്റിയെടുത്തുകൊണ്ട് പൊതുമധ്യത്തിലേക്ക് ഇവർ പ്രസരിപ്പിക്കാൻ ശ്രമിച്ചത്. അത് പരസ്യമായി പിടിക്കപ്പെട്ടു. അവരുടെ പോലീസ് ഭാഗികമായെങ്കിലും ഈ വസ്തുതകളൊക്കെ പുറത്ത് കൊണ്ടുവരേണ്ടി വന്ന ഈ സ്ഥിതിയിൽ CPM എന്ത് ന്യായവും പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ വിഡ്ഢികളാക്കി CPM നാണം കെടുന്നതിൻ്റെ മുമ്പ് അവർ ചെയ്യേണ്ട ഒരു കാര്യം ഇത് ഏറ്റുപറഞ്ഞുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തോട് മാപ്പപേക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് CPM-ന്റെ പക്കൽ നിന്ന് കേരളം ഈ നിമിഷത്തിൽ കേരളം പ്രതീക്ഷിക്കുന്നത്. ഇതാണ് കോൺഗ്രസിന്റെ ആവശ്യം. CPIM മാപ്പ് പറയണം. നോക്കൂ, CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഓരോ നേതാക്കളും വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നിപ്പോൾ MV ജയരാജന്റെ പ്രതികരണവും MV ഗോവിന്ദന്റെ പ്രതികരണവും രണ്ട് രൂപത്തിൽ ഈ വിഷയത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ലതിക ഈ പോസ്റ്റ് ഷെയർ ചെയ്തത് അബദ്ധമായി പോയി എന്നാണ് KK ശൈലജ നേരത്തെ പറഞ്ഞത്, MV ജയരാജൻ ഇന്ന് ആവർത്തിച്ചു പറഞ്ഞത്. പക്ഷേ ലതിക ഈ അപകടം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ആളുകൾ പലതും ഈ തരത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന എന്തും ഷെയർ ചെയ്യുമ്പോൾ അത് ആ പോസ്റ്റ് ഷെയർ ചെയ്യേണ്ട ഉദ്ദേശം ഇതായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എത്ര കേസുകൾ, എത്ര ആളുകൾക്കെതിരെ ഇതിനകം എടുത്തിരിക്കുന്നു? അഡ്വക്കേറ്റ് അരുൺകുമാർ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രളയകാലത്തും അതിനുശേഷം കോവിഡ് കാലത്തുമെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ച ഒരു മന്ത്രിയെ ഈ നാട് ടീച്ചറമ്മ എന്ന് സ്നേഹത്തോടെ വിളിച്ച ആ വിളിയെ വരെ വളരെ വക്രീകരിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ നുണപ്രചരണം നടത്തിയ നിരവധി ഉദാഹരണങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ ശ്രീ ശൈലജ ടീച്ചറാണ് സ്ഥാനാർത്ഥി എന്ന വിവരം പുറത്തു വന്നതിന് ശേഷം പ്രത്യേകിച്ച് UDF-ന്റെ പ്രൊഫൈലുകളിൽ നിന്നെല്ലാം നിരന്തരമായിട്ടുള്ള പ്രചരണം നടന്നതും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതും നാം കാണുകയാണ്. അതോടൊപ്പം തന്നെ പറയാത്ത കാര്യങ്ങൾ, ഒരു തരത്തിലും ആ ടീച്ചറുമായിട്ട് പുലബന്ധമലും ഇല്ലാത്ത നിരവധി സാഹചര്യങ്ങളിൽ ടീച്ചറുമായി ബന്ധപ്പെടുത്തി അത് പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി 17ഓളം കേസുകളാണ് പ്രചരിപ്പിച്ചത്. ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടറായ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന ഡോക്ടർ അരുൺകുമാറിനോട് ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങൾ വരെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അത് പ്രത്യേകമായി കട്ട് ചെയ്ത് പ്രചരിപ്പിച്ച് ദിവസങ്ങളോളം സോഷ്യൽ മീഡിയയിലൂടെ ഓടിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ തെറ്റായ രീതികളെ പ്രചരിപ്പിച്ചു എന്ന് ടീച്ചർ പറഞ്ഞു എന്ന രൂപത്തിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSS നിലപാടാണ് ടീച്ചർക്കുള്ളത് എന്ന രൂപത്തിൽ ചില വീഡിയോ വക്രീകരിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചു. കാന്തപുരം ശ്രീ AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് ടീച്ചർ ബോംബമ്മ എന്ന രൂപത്തിലൊക്കെ ചിത്രീകരിക്കുന്ന സാഹചര്യമുണ്ടായി. പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയെ ടീച്ചറൊപ്പം നിൽക്കുന്നു എന്ന രൂപത്തിൽ വലിയ രൂപത്തിൽ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ടീച്ചറൊപ്പം നിന്നത് മറ്റൊരു ചെറുപ്പക്കാരനാണ്. അത്തരത്തിൽ നിരവധി സാഹചര്യങ്ങളുണ്ടായി. 17ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം. ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഒന്ന് അവിടുത്തെ LDF-ന്റെ നേതാവ് കൺവീനർ കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കേസ്. അതിനുശേഷം ഈ കേസിലെ പ്രതിയായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ആൾ കൊടുത്ത കേസും
കൃത്യമായി രണ്ടാമത്തെ കേസായിട്ട് രജിസ്റ്റർ ചെയ്ത് അതിന്റെ അന്വേഷണം നടന്ന് മുന്നോട്ട് പോകുന്നു. അല്ല, അങ്ങനെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ കൂടി നടന്നല്ലോ. അഡ്വക്കേറ്റ് കെ സരൺകുമാർ അതിന്റെ ഓർഡറിൽ പറഞ്ഞു പോകൂ. അന്വേഷണം നല്ല രീതിയിൽ അന്വേഷണമേ നടക്കാത്തതുകൊണ്ട് കാസിം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം നടക്കുന്നത്. അതെന്താണ് പറയാത്തത്? ഹൈക്കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല അന്വേഷണം നടക്കുന്നത്. ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ കൃത്യമായി 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ FIR-ഉം FIS-ഉം അടക്കം ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും പീരിയോഡിക്കൽ റിപ്പോർട്ട് അതാത് കോടതിയിൽ കൊടുത്ത് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ അന്വേഷണം പോരാ, കൂടുതൽ ശക്തമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിലെ പ്രതി തന്നെ ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്റേതല്ലാത്ത നമ്പറിൽ തന്റെ പേര് പറഞ്ഞു ഉയർന്ന ആരോപണം, അത് CPM അതിന്റെ പേരിൽ പരാതി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാസിം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അതിന്മേൽ അനക്കമില്ലാത്തതുകൊണ്ട് അയാൾക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. പിന്നീട് കോടതി ഇതിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾക്ക് വേഗം വെച്ചത്. അഡ്വക്കേറ്റ് അരുൺകുമാറിന് അത് അറിയാഞ്ഞിട്ടാണോ? അതിൽ തന്നെ ഈ ആരോപണം വരുമ്പോൾ കാസിമിനെ പ്രതിസ്ഥാനത്താണ് ചേർക്കുന്നത്. ഇപ്പോൾ റിബേഷിനെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റിനെ സാക്ഷിയായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഏത് പാർട്ടി എന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ. ഇതിപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ പോലീസാണല്ലോ. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ വന്നിരിക്കുന്ന പോലീസ് അന്വേഷണമാണല്ലോ. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ്. അങ്ങ് വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈം നമ്പർ 410/2014 ഓഫ് വടകര പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തു ആദ്യത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ. അതിൽ 2 സെക്ഷൻ പ്രധാനമായിട്ടും കോട്ട് ചെയ്തു. അതിനുശേഷം ഈ കേസിലെ പ്രതിയാക്കപ്പെട്ട വ്യക്തി, കൃത്യമായി പറഞ്ഞാൽ മുഹമ്മദ് കാസിം കൊടുത്ത പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 411/2024 ഒഫൻസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 153 ഓഫ് IPC രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടല്ല കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അതിൽ FIR ഉണ്ട്, അതിന്റെ റിപ്പോർട്ട് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ പോയിട്ടുണ്ട്, അത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഗൾ കോടതിയെ സമീപിക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ സമീപിക്കുമ്പോൾ കാസിം പോലീസ് സ്റ്റേഷനെ പോലീസുകാരെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോൾ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം, പക്ഷേ അതിപ്പോൾ പുറത്തു പറയാൻ പറ്റില്ല, തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന രൂപത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കാസിമിനോട് പറഞ്ഞു എന്നാണ് കാസിം പറയുന്നത്. അന്വേഷണം അപ്പോൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അന്വേഷണം നന്നായി പോകുമെങ്കിൽ പിന്നെ എന്തിനു ഹൈക്കോടതിയെ സമീപിക്കണം അരുൺ? നിങ്ങൾ ഓരോ വാചകത്തിന് ഇടപെടരുത്. നിങ്ങൾ എത്ര ചോദ്യം വേണമെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ്. ഒരു ചർച്ചയുടെ ഭാഗമായി സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ വന്നിരിക്കുമ്പോൾ ഈ ചർച്ചയുടെ ക്രെഡിബിലിറ്റി തന്നെ തകർക്കുന്ന തരത്തിൽ ഇടപെടരുത് ഞാൻ ദയവായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഹൈക്കോടതി ഒരു തരത്തിലും ഇന്ന രീതിയിൽ അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള ഇൻവെസ്റ്റിഗേഷന്റെ സാഹചര്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഫയൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് 4 ദിവസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 12/8/2024 അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് ഫയൽഡ് ബൈ ദ 4th റെസ്പോണ്ടന്റ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വടകര പോലീസ് സ്റ്റേഷൻ വടകര കോഴിക്കോട് ആസ് ഡയറക്ടഡ് ബൈ ദി ഹോണറബിൾ ഹൈക്കോർട്ട് ഓൺ 12/8/2024. ഒരു സ്റ്റേറ്റ്മെന്റ് നിലവിലുള്ള അന്വേഷണത്തിന്റെ തോത് വ്യക്തമാക്കി ഫയൽ ചെയ്യണമെന്ന് കോടതി പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അത് ചെയ്യും. അത് ചെയ്തപ്പോഴാണല്ലോ ഇപ്പൊ 2-3 ദിവസമായി ലൈവ് ചർച്ച നടക്കുന്നത്. ഏതെങ്കിലും ചാനലുകൾ പുറത്തു കൊണ്ടുവന്ന വിവരമാണോ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റിലുള്ളത്? പോലീസിന്റെ സ്റ്റേറ്റ്മെന്റിലുള്ളത് പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകളാണ്. അതൊന്ന് വായിക്കൂ, ആ കണ്ടെത്തലുകൾ കൂടി ഒന്ന് വായിച്ചോളൂ. ഞാൻ പറയാം. ഇതിൽ 25ഓളം പ്രധാനപ്പെട്ട സാക്ഷികളെ കണ്ടെത്തി സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു. ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തപ്പോൾ ആരൊക്കെയാണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന് പോലീസിന് ഒരു ഐഡിയ കിട്ടി. അതെല്ലാം ഇതിന്റെ 161 സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ആരാണ് സൃഷ്ടിച്ചത്? ഏറ്റവും ആദ്യം ഹാൻഡിലുകളുടെ പേര് കൂടി പറയൂ. ഏത് ഹാൻഡിലായാലും എന്താണ്? ഏത് ഹാൻഡിലായാലും ആ ഹാൻഡിലിന്റെ വിവരം കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട് എന്നുള്ളത് താങ്കൾ ഇത്ര വലിയ അഭിമാനപൂർവ്വം പറയേണ്ട. പോലീസ് അങ്ങനെ റിപ്പോർട്ട് കൊടുക്കേണ്ടി വരുമെന്നേ കോടതി ചോദിച്ചാൽ കൊടുക്കേണ്ടി വരുമല്ലോ. ഏത് ഹാൻഡിലുകളാണെന്ന് താങ്കൾക്ക് എന്താണ് പറയാൻ പറ്റാത്തത്? അതൊന്നും പാർട്ടിയുടെ അല്ലല്ല, ഇവിടെയുള്ള പ്രൊഫൈലുകളെല്ലാം CPM-ന്റേതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊന്നും നടത്തണ്ട. CPM-ന്റേതല്ലാത്ത ഹാൻഡിലുകൾ വന്ന കാര്യമാണോ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് എടുത്ത് ഷെയർ ചെയ്തത്, ബ്ലോക്ക് പ്രസിഡന്റ് എടുത്ത് ഷെയർ ചെയ്യുന്നത് ആണോ?
അത്രയാണോ ഉത്തരവാദിത്തം? അല്ലല്ല, അത്രയാണോ ഉത്തരവാദിത്തം? ഏതെങ്കിലും ഒരു പറയട്ടെ അല്ല, നിങ്ങൾ പറയാൻ അനുവദിക്കൂ. ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചാൽ ഇത്തരത്തിൽ ഈ നാടിന് വലിയ തരത്തിൽ ദൂരവ്യാപകമായിട്ട് ഫലമുണ്ടാക്കുന്ന, നാടിന്റെ മതമൈത്രി തകർക്കുന്ന ഇത്തരം സാഹചര്യങ്ങളും പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചാൽ തെരഞ്ഞെടുപ്പ് കഴിയും, സാഹചര്യം മാറും, ഇത് സമൂഹത്തിൽ വിള്ളലുണ്ടാകും എന്ന സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കുന്ന തരത്തിലുള്ള പ്രചരണം അത് പല ഈ പ്രളയ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ചാനൽ ഇതിൽ നിൽക്കൂ. റിബേഷ് അത് ഷെയർ ചെയ്യുമ്പോഴും അത് പോരാളി ഷാജി ഷെയർ ചെയ്യുമ്പോഴുമുള്ള വ്യത്യാസം ഒന്ന് താങ്കൾ വിശദീകരിച്ചാൽ മതി. അല്ല, ഞാൻ പറയാം. ഞാൻ എന്ത് വിശദീകരിക്കുന്നത് താങ്കളല്ല തീരുമാനിക്കുന്നത്. ഞാൻ പറയട്ടെ, എന്റെ സമയമാണല്ലോ. അതായത് ഇവിടെ തെറ്റായിട്ടുള്ള പ്രചരണം പലതും വരും. ഇനി ആരും കുടുക്ക പൊട്ടിക്കില്ല, ഇനി ആരും ആടിനെ ഉമ്മമാർ വിൽക്കില്ല എന്ന് പറഞ്ഞ് ചില പ്രധാനപ്പെട്ട ചാനലുകൾ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരിപ്പിച്ചു. ഇത് എല്ലാ വിഭാഗം ആളുകളും എടുത്തു പ്രചരിപ്പിച്ചു. എന്താണ്? ഇത്തരത്തിലുള്ള സന്ദേശം സമൂഹത്തിൽ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്രളയകാലത്ത് അല്ലെങ്കിൽ ഒരു ദുരന്ത കാലത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്താൻ പാടില്ല എന്ന് കാണിക്കുന്ന സന്ദേശങ്ങൾ വരുന്നു. അതുപോലെ സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്ന ഒരു പോസ്റ്റ് ഒരാൾ നടത്തിയാൽ അത് അത്തരത്തിൽ പ്രചരിപ്പിക്കുകയല്ല, അത്തരത്തിലുള്ള സന്ദേശം സമൂഹത്തിന് ദോഷമുണ്ടാക്കും എന്ന രൂപത്തിൽ ഇങ്ങനെയും പ്രചരിപ്പിക്കുന്നുണ്ട് എന്നും ഇത് ആവശ്യമാണോ എന്ന ചോദിച്ചുകൊണ്ടുമെല്ലാം പ്രചരിക്കുന്ന സാധ്യത വരും. ഇത് അന്വേഷിക്കട്ടെ പോലീസ്. ഏറ്റവും ആദ്യം ഇത് സൃഷ്ടിച്ചതായി റിബേഷ് ഷെയർ ചെയ്തതിലും പോരാളി ഷാജി ഷെയർ ചെയ്തതിലും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിക്കൂ. അല്ല, അത് വ്യത്യാസം അവരോട് ചോദിക്കണം. ഞാൻ പോരാളി ഷാജിയുടെ പ്രതിനിധി ആയിട്ടോ മറ്റേതെങ്കിലും ഗ്രൂപ്പിന്റെ പ്രതിനിധി ആയിട്ടല്ല വന്നിരിക്കുന്നത്. റിബേഷ് നിങ്ങളുടെ പ്രതിനിധിയാണല്ലോ അല്ലേ? റിബേഷ് ഡിവൈഎഫ്ഐയുടെ നേതാവാണ്. ഞാൻ സൂചിപ്പിക്കാം, റിബേഷ് ഇത് ഷെയർ ചെയ്തു. റിബേഷ് ഷെയർ ചെയ്തു എന്നല്ല, റിബേഷ് പോസ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് പോലീസിന്റെ റിപ്പോർട്ടിലുള്ളത്. റിബേഷ് പോസ്റ്റ് ചെയ്യുന്നു. പോരാളി ഷാജി വേറെയുമുണ്ടല്ലോ ഒരുപാട് ഹാൻഡിലുകൾ, റെഡ് വോളണ്ടിയർ തുടങ്ങിയ, റെഡ് എൻകൗണ്ടേഴ്സ് തുടങ്ങിയ ഒരുപാട് ഹാൻഡിലുകൾ. ഈ ഹാൻഡിലുകളൊന്നും CPM-മായി ബന്ധമുള്ളതല്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അത് ശരിയാണ്. CPM-നുമായി ബന്ധമുള്ളതല്ല എന്ന് പറയാം. പക്ഷേ CPM-നെ പുകഴ്ത്തി പോസ്റ്റ് ഇടുന്ന ഘട്ടത്തിൽ അങ്ങനെ നിങ്ങൾ പറയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവരെ ഉപയോഗിക്കാം, ആവശ്യമില്ലാത്ത ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അപകടം വരുത്തുന്ന ഘട്ടങ്ങളിൽ തള്ളി പറയാം. ഈ രൂപത്തിലാണോ ഈ ഹാൻഡിലുകളുള്ളത്? അല്ലെങ്കിൽ ഈ ഹാൻഡിലുകൾക്ക് പിന്നിലുള്ള ആരാണെന്ന് കണ്ടെത്താനുള്ള ചങ്കുറ്റം വേണം. അങ്ങനെ ഒരു കണ്ടെത്തലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് ഇതിന്റെ ഉറവിടം തനിക്ക് എവിടെ നിന്ന് ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് കിട്ടി എന്ന് റിബേഷ് പറയുന്നില്ല? അരുൺ, അവിടെയാണ് പ്രശ്നം. റിബേഷ് അത് ഇതുവരെ പറയുന്നില്ല. അങ്ങനെ എവിടെയാണെന്ന് ഓർമ്മയില്ലാത്തൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു പോസ്റ്റ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു നേതാവ് ഷെയർ ചെയ്യാമോ? അരുൺ ഷെയർ ചെയ്യുമോ? അരുൺ പറയൂ. അരുൺ ഇങ്ങനെ ഒരു പോസ്റ്റ് കിട്ടിയാൽ ഉടനെ ഷെയർ ചെയ്യുമോ? അങ്ങനെ ആലോചിക്കാതെ ചെയ്യരുതെന്ന് MV ജയരാജൻ പറയുന്നു. ഞാൻ പറയുന്നത് വിടൂ, മാധ്യമങ്ങൾ പറയുന്നത് വിടൂ. MV ജയരാജൻ പറയുന്നു അങ്ങനെ ചെയ്യുന്നത് ബുദ്ധിശൂന്യതയായി പോയിന്ന് MV ജയരാജൻ പറയുന്നു. KK ശൈലജ പറയുന്നു. ലതിക ചെയ്തത് അന്ന് തന്നെ പറഞ്ഞു ചെയ്യരുതായിരുന്നു എന്ന്. അതെന്താണ് MV ഗോവിന്ദന് മനസ്സിലാകാത്തത്? MV ഗോവിന്ദൻ എന്തിനാണ് വാർത്താ സമ്മേളനത്തിൽ ലതികയെ ന്യായീകരിക്കുന്നത്? ഒരു വ്യക്തി അവരവരുടെ പേജിലോ അവരുടെ വാട്സപ്പ് അക്കൗണ്ടിലോ മറ്റു തരത്തിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോസ്റ്റിന്റെ ആധികാരികത ആ വ്യക്തിക്ക് തന്നെയായിരിക്കും. കാരണം അത് കിട്ടുന്ന സോഴ്സും മറ്റു കാര്യങ്ങളുമല്ല. ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിരവധി പോസ്റ്റുകളുണ്ട്. നിരവധി വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കും. അത് ആരൊക്കെയാണ് ഏറ്റവും ആദ്യം പോസ്റ്റ് ചെയ്തത് എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല. കാരണം നമ്മൾ ശരിക്കും ഗാലറി എടുത്ത് നോക്കുമ്പോഴായിരിക്കും പലതും കാണാൻ കഴിയുക. അപ്പോ അവർ പോസ്റ്റ് ചെയ്തതിന്റെ ഒരു ആധികാരികതയും മറ്റു കാര്യങ്ങളും അവരവർ തന്നെ അതിൽ ഉറപ്പുവരുത്തേണ്ടതാണ്. അതിൽ വേറെ നിലപാട് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അത് സമൂഹത്തിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പ്രചരിക്കുന്നുണ്ട്. വർഗീയ ധ്രുവീകരണത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത്തരം തെരഞ്ഞെടുപ്പ് കഴിയും, അന്തരീക്ഷം മാറും എന്ന ബോധ്യത്തോടെ പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഇവർ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന് കണ്ടെത്താൻ കഴിയുമോ? ഇപ്പൊ പോലീസ് ഇഫക്റ്റീവായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഹൈക്കോടതി തന്നെ അതിൽ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ റെഫർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഹൈക്കോടതി സ്വീകരിക്കുകയും ചെയ്തു. ഇത് രണ്ടാം പ്രതി മെറ്റയാണ്, ഫേസ്ബുക്ക് ആണ്. അവർ കണ്ടുപിടിക്കാലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാങ്കേതിക തികവ് വെച്ച് ഏറ്റവും ആദ്യം പോസ്റ്റ് ചെയ്ത് ആരാണെന്ന് കണ്ടെത്താൻ കഴിയും. വിവരങ്ങൾ വരട്ടെ. ഈ ഇൻവെസ്റ്റിഗേഷനെ CPM സ്വാഗതം ചെയ്യുന്നു. ഏതെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വന്നു, ഏതെങ്കിലും പ്രൊഫൈലിൽ വന്നു എന്ന് വെച്ചിട്ട് അതിന്റെ ആധികാരികത മുഴുവൻ CPM-നാണ്.
അഡ്വക്കേറ്റ് അരുൺകുമാർ, ഏതെങ്കിലും ഗ്രൂപ്പുകൾ അത് CPM-മായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ നാവാകുന്ന ഹാൻഡിലുകൾ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം, വേണ്ട അവസരത്തിൽ തള്ളിക്കളയാം. പക്ഷേ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അത് ഷെയർ ചെയ്തു എന്നിടത്ത് അത് ശരിയാണോ എന്ന ചോദ്യം ഉയരുന്നിടത്ത് കൃത്യമായ മറുപടിയാണ് വേണ്ടത്. KK രമ MLA കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. രമ, ഇന്ന് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KK ശൈലജ മുസ്ലിം വിരോധിയാണെന്ന് ആദ്യം മുതൽക്ക് തന്നെ വടകരയിൽ UDF പ്രചാരണം നടത്തി എന്നുള്ളതാണ്. അതിൽ പല ഉദാഹരണങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ പ്രചാരണം തുടങ്ങിയത് അങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വ്യക്തിപരമായ അധിക്ഷേപത്തിന്റെ രീതി UDF പ്രഖ്യാപിക്കുകയായിരുന്നു. അതിന്റെ തുടർച്ചയാണ് പിന്നീട് ഉണ്ടായതെല്ലാം. സ്മൃതി, ഇന്ന് ഗോവിന്ദൻ മാഷുടെ പത്രസമ്മേളനം, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് 2 ദിവസമായി വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ കണ്ടെത്തലിന്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് പ്രതീക്ഷിച്ചത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പോസ്റ്റ് ആദ്യം വന്ന ആളുടെ പേരിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും ശരിയായില്ല, അത് തെറ്റായിരിക്കാണ് എന്ന് പറയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഗോവിന്ദൻ മാഷ് വളരെ കൃത്യമായിട്ട് എല്ലാ പ്രാവശ്യവും എല്ലാ കാലത്തും ചെയ്യുന്നത് പോലെ ഇന്നും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുന്നു CPM-ന്റെ നേതാക്കന്മാർ. അതിൽ പറയുന്ന ഒരു കാര്യം, വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എതിർ ഭാഗത്തുനിന്ന് വന്ന ടീച്ചർക്കെതിരെ വന്ന എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വന്ന പ്രചരണങ്ങൾ, അതിന്റെ തുടർച്ചയാണ് ഈ കാഫർ സ്ക്രീൻഷോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒറ്റ ചോദ്യമേ അതിനകത്തുള്ളൂ, കേരളം ഭരിക്കുന്നത് ആരാണ്? കേരളത്തിലെ പോലീസിന് എന്താണ് പണി? കാരണം ഇത് നേരത്തെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നിട്ട് 17ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. എന്തേ ആ രജിസ്റ്റർ ചെയ്ത കേസുകൾ അന്വേഷണം നടത്തി ഇതാരാണ് ഇതൊക്കെ ചെയ്തത്? ഇപ്പൊ ആരുടെയൊക്കെയോ ലെറ്റർ പേഡ് ഉപയോഗിച്ചുകൊണ്ട് ടീച്ചർ അമ്മയെ സംബന്ധിച്ചുള്ള പ്രചരണങ്ങൾ നടത്തിയെന്നും മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. 17ഓളം കേസുകളിൽ അതാണല്ലോ പറയുന്നത്, നിരവധി വിഷയങ്ങൾ. അപ്പൊ ആ വിഷയങ്ങളൊക്കെ ഇതാരാണ് ഇതാരാണ് ചെയ്തതെന്ന് കണ്ടെത്തുന്ന എന്താ പ്രയാസം? എന്താ നടക്കാത്തത്? ഇനി കാഫർ സ്ക്രീൻഷോട്ടിലേക്ക് വന്നാൽ, ഈ കാഫർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് 25/4 DYFIയുടെ വടകരയിലെ നേതാവ്, ജില്ലാ നേതാവ് ആയ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ റിബേഷ് രാമകൃഷ്ണന്റെ പേജിലാണല്ലോ, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലാണല്ലോ ആദ്യം വന്നത്. ഷെയർ ചെയ്തതല്ല, പോസ്റ്റ് ചെയ്തത് ആദ്യം എന്ന് പറയുന്നത് പോലീസ് പറയുന്നത് അതാണല്ലോ. എങ്കിൽ ഈ റിബേഷ് രാമകൃഷ്ണനെ ചോദ്യം ചെയ്താൽ കിട്ടാവുന്നതല്ലേ ഉള്ളൂ. എവിടുന്നാണ് കിട്ടിയത്? എങ്ങനെയാണ് ഇത് വന്നത് എന്ന് ചോദിച്ചാൽ പോലീസ് എന്തേ ചോദ്യം ചെയ്യാത്തത്? ഒരു കേസ് രജിസ്റ്റർ ചെയ്യാത്തത് എന്താ? അദ്ദേഹത്തെ സാക്ഷിയാക്കുകയാണല്ലോ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് ഫോൺ അയക്കുന്നു. എന്തിനാണ് അത്രയിലേക്ക് പോകുന്നത്? ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് ഒരു നിമിഷം കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതേയുള്ളൂ. ഒരു പരിശോധനയും ഫോറൻസിക് പരിശോധനയും വേണ്ട. അദ്ദേഹം പറയുന്നില്ലല്ലോ. പക്ഷെ ഇതൊക്കെ CPM നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം സ്മൃതി. എക്കാലത്തും ആടിനെ പട്ടിയാക്കുന്ന പരിപാടി തന്നെയാണ് CPM എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, TP ചന്ദ്രശേഖരനെ കൊല ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതല്ലേ, മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ചു. കൈരളി ചാനൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മത തീവ്രവാദികളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. ദേശാഭിമാനി വെണ്ടക്കാക്ഷരത്തിൽ എഴുതി, മത തീവ്രവാദികളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. എന്താ സംഭവിച്ചത്? അപ്പോൾ ഇത് ഓരോ കാലത്തും ഓരോ തരത്തിൽ പാർട്ടി ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ തെറ്റുതിരുത്തുകയാണ്, ഇനി അത് ഉണ്ടാവില്ല എന്ന് പറയുന്നു. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് തന്നെയാണ് CPM ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ എത്ര ചർച്ച ചെയ്തിട്ടോ, ഈ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടോ CPM നന്നാവാൻ പോകുന്നില്ല. അവരുടെ ഈ ന്യായീകരണങ്ങൾ ഒരു കാലത്തും നിൽക്കാനും പോകുന്നില്ല എന്നുള്ളത് മാത്രമേ നമുക്കറിയാവൂ. ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഗോവിന്ദൻ മാഷിക്കറിയാം, CPM-ന്റെ നേതൃത്വത്തിനറിയാം ആരാണ് ഇതിന്റെ പിന്നിലെന്ന്. റിബേഷിന് ഈ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ആലോചനയുടെ ഭാഗമായിട്ട് അത് തയ്യാറാക്കിയതാണ്. ഇലക്ഷൻ പ്രചരണത്തിനായാലും ആയാലും CPM-ന് സംഘടനാ സംവിധാനം വളരെ നന്നായിട്ടുണ്ട്. ആ സംഘടനാ സംവിധാനത്തിൽ സൈബർ വിഭാഗത്തിന് അല്ലെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്രത്യേക നേതൃത്വമുണ്ട്, പ്രത്യേക വിങ്ങുണ്ട്, അതിന് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിന്റെ തലവൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മേൽനോട്ടക്കാരായിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും അറിയാതെ ഇത്തരത്തിലൊരു കാര്യം ഒരു DYFIയുടെ നേതാവിന്, ജില്ലാ നേതാവിന് പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല.
ഇത് അരിയാഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ ഈ സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും അറിയാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വലിയ പോസ്റ്റ്മോർട്ടത്തിനൊന്നും ആവശ്യമില്ല സ്മൃതി. ഇന്ന് ഗോവിന്ദ മാഷ് ന്യായീകരിക്കുന്നുണ്ട്, പക്ഷേ മാഷക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. CPM പ്രത്യേകിച്ചും KK ലതികയൊക്കെ ഇതിനകത്ത് അന്ന് ഷെയർ ചെയ്ത മാഷ് എന്താ പറയുന്നത്, പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല ഷെയർ ചെയ്തതാണ്. ഈ ഷെയർ ചെയ്യുക പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊക്കെ മനസ്സിലാക്കുന്നത് ഷെയർ ഇങ്ങനെയൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് ജനത്തെ അറിയിക്കാൻ. അതെ, നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് ജനത്തെ അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് KK ലതികയോ ചോദ്യം ചെയ്താൽ തന്നെ കിട്ടും ഇതിനകത്ത് ആരാണ് ഇതിന്റെ പിറകിൽ ഉണ്ട് എന്നുള്ളത്. ഇങ്ങനെയാണോ നാട്ടിൽ നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കേണ്ടത്? അത് എന്താ ചെയ്യേണ്ടത്? ഉടനെ പോലീസിന് കൈമാറിയിട്ട് ഇത് കണ്ടെത്തണം എന്നല്ലേ പറയേണ്ടത്? ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണെങ്കിൽ അതാണല്ലോ ചെയ്യേണ്ടത്. മറ്റ് ഫേസ്ബുക്കിൽ കൂടെ പ്രചരിപ്പിച്ച് നാട് മുഴുവൻ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണോ വേണ്ടത്? അങ്ങനെ പ്രചരിച്ചാൽ എന്താണ് നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്? വലിയ കലാപത്തിലേക്ക് പോവില്ലേ? ആളുകൾ പല വൈകാരികമായി പല തരത്തിൽ ചിന്തിക്കുന്ന ജനങ്ങളല്ലേ നാട്ടിലുള്ളത്. അവരിലേക്കൊക്കെ ഇതെത്തിയാൽ അവർ ഏത് രൂപത്തിലാണ് പ്രതികരിക്കുക എന്നുള്ളത് ഒരു തരത്തിലും ബുദ്ധിയില്ലാത്ത നേതാക്കന്മാരാണോ ഈ പാർട്ടിക്കകത്തുള്ളത്? ഇത് ആളുകൾ ജനങ്ങൾ അറിയട്ടെ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഒരു നേതാവ് അങ്ങനെ ചെയ്തു എന്ന് CPM ഒരു സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ ഈ നേതാക്കന്മാരുടെയൊക്കെ തലയിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. വെറുതെയല്ല ഈ പാർട്ടി ഇങ്ങനെയായി മാറുന്നത്. കാരണം അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിന് ചെയ്യാൻ സാധിക്കുമോ? ഒരു തെറ്റായ ഒരു കാര്യമാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, എന്റെ പാർട്ടിയിൽ ഇത് ശരിയല്ല എന്ന് പറഞ്ഞല്ലേ ചെയ്യുക. ഇനി എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ഉത്തമ ബോധ്യമില്ലാതെ ഞാൻ ഷെയർ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യോ? ഒരു പോസ്റ്റിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിനെ ഒരു സാധാരണ പ്രവർത്തകൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കില്ല സ്മൃതി. അതൊക്കെ ഇതിപ്പോ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു പക്ഷേ ഇവിടെ ശൈലജ ടീച്ചറെ കാഫിറാക്കിയത് CPM ആണ്. ശൈലജ ടീച്ചറെ കാഫിറാക്കി മുദ്ര കുത്തി ഈ സമൂഹത്തിൽ മോശക്കാരനാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് CPM തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതുപോലുള്ള ചില കാരണങ്ങൾ, ഇനി 17 കേസുകൾ രജിസ്റ്റർ ചെയ്ത് പല കേസുകളും പറയുന്നു. ഇതൊക്കെ എവിടുന്നാണ് ഉറവിടം? കണ്ടെത്തണ്ടേ? ചില ആളുകൾ കേസ് എടുത്തു. ഇതൊക്കെ ആരാണെന്ന് കണ്ടെത്തട്ടെ പോലീസ്. ഇനി UDF ആണെങ്കിൽ UDF അത് കണ്ടെത്തി ഇത് ശരിയല്ല. ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലെങ്കിലും ഇതുപോലെയുള്ള ഗതികേട് നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കട്ടെ. ഞാനൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന സമയത്ത് എന്തൊക്കെ അപവാദങ്ങൾ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ആ ഫോട്ടോയുടെ പോലും ഏറ്റവും മോശമായ ഫോട്ടോ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അവസാനിക്കണം. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കണം, തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കാൻ സാധിക്കണം. ഏത് ഭാഗത്തു നിന്ന് വന്നാലും അത് കണ്ടുവെച്ച് ഇത് അവസാനിപ്പിക്കാനുള്ള ആവശ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത്. ഞാനൊന്ന് മിസബ് കീഴേരിയിലേക്ക് പോകുന്നു. യൂത്ത് ലീഗിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റാണ്. മിസബ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോശം പ്രവണത തുടങ്ങി വെച്ചത് UDF ആണ്. പ്രത്യേകിച്ച് യൂത്ത് ലീഗിനെതിരെ, യൂത്ത് ലീഗിലെ പല പ്രവർത്തകർക്കുമെതിരെ ഈ 17 കേസുകളിൽ ചില കേസുകൾ യൂത്ത് ലീഗിലെ പ്രവർത്തകർക്കെതിരെ തന്നെയാണല്ലോ. അതിനിടയ്ക്ക് തന്നെ ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, കാന്തപുരത്തിന്റെ വ്യാജ ലെറ്റർ പാഡ് ഉപയോഗിച്ചുള്ള പ്രചാരണം. ഇതൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇവിടെ ചർച്ചയിൽ വാസ്തവവിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെയൊരു തുടക്കം കുറിച്ചിട്ടുള്ളത്, ഇങ്ങനെ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് UDF ആണെന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഈ പ്രചരണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി പ്രചരണം നടത്തിയത് അജീഷ് മാസ്റ്റർ എന്ന് പറയുന്ന DYFIയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം മാർച്ച് 11-ാം തീയതിയാണ്. അതായത് ഷാഫി പറമ്പിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി വടകരയിൽ അദ്ദേഹത്തെ സ്വീകരിച്ച ദിവസത്തിൻ്റെ പിറ്റേ ദിവസമാണ് വളരെ മോശമായ രീതിയിൽ വർഗീയ ചുവയോടുകൂടി DYFIയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഷാഫി പറമ്പിൽ എന്നൊരു പേരുകാരൻ അല്ലേ? ഷാഫി പറമ്പിൽ എന്നൊരു പേരുകാരൻ ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. മാർച്ച് 11-ാം തീയതി ഉത്തരവാദിത്തപ്പെട്ട ആൾ. പിന്നെ ഇവിടെ കേസുകൾ 17ഓളം കേസുകൾ UDF പ്രവർത്തകന്മാർക്കെതിരെ ഉണ്ട് എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ റിയാൻ എന്ന് പറയുന്ന പ്രൊഫസർക്കെതിരെ വളരെ മോശം പരാമർശം നടത്തിയ ഒരു പ്രൊഫസർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, കേസെടുത്തിട്ടില്ല. ഞങ്ങൾ അതിനുശേഷം പാണക്കാട് തങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് കൊയിലാണ്ടിയിൽ പ്രചരണം നടത്തിയവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, കേസെടുത്തിട്ടില്ല. KK രമയുടെ വാർത്താ സമ്മേളനം വക്രീകരിച്ചവർക്കെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, കേസെടുത്തിട്ടില്ല. അതുകൊണ്ട് കേസുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ തൂക്കം ഒപ്പിക്കേണ്ടതില്ല എന്നുകൂടി പറയുന്നു. മറ്റൊരു കാര്യം, ഗോവിന്ദൻ മാസ്റ്ററുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ നാടിങ്ങനെ കത്താതിരിക്കാനുള്ള ഒരു ജാഗ്രതയായിരുന്നില്ലേ KK ലതികയുടെ പോസ്റ്റിലുണ്ടായിരുന്നത് എന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. നിങ്ങളീ പറയുന്ന ശൈലജ ടീച്ചർക്കെതിരെ നടന്നിട്ടുള്ള വ്യാജ വീഡിയോ,
ആ വ്യാജ വീഡിയോ ഡോക്ടർ അരുൺകുമാറുമായി നടക്കുന്ന ഒരു അഭിമുഖത്തിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുള്ള ആ വ്യാജ വീഡിയോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്, ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാവ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു യൂത്ത് ലീഗിൻ്റെ നേതാവ്, RMPയുടെ നേതാവ് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ആരും ചോദിച്ചിട്ടില്ല, ശൈലജ ടീച്ചറെ നിങ്ങൾ ഇത്രയും വർഗീയവാദിയായിരുന്നോ എന്ന് ഞങ്ങൾ ചോദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ നിജസ്ഥിതിയും ആ വീഡിയോയുടെ കൃത്യമായ സുതാര്യതയും ഒന്നും അന്വേഷിക്കാതെ പോസ്റ്റ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവർ പാടില്ല. ആ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ് ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷണം നടത്താതെ കൃത്യമായ ആസൂത്രണമായി ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ KK ലതികയെ നിരപരാധിത്വം പ്രഖ്യാപിക്കാനും ഈ നാടിനെ കാവൽ നിൽക്കാനുള്ള ജാഗ്രതയായിരുന്നു എന്നുള്ള വ്യാഖ്യാനമൊന്നും ഈ വിഷയത്തിൽ വേണ്ട എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറയാം. ഇവർ പറഞ്ഞ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ച 2-3 പേരുകൾ, അതിൽ 3 പേരുമായി ഞാൻ സംസാരിച്ചു. അതിലൊന്ന് അസ്ലമാണ്, ന്യൂമാഹി പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവാണ്. അദ്ദേഹം ഈ വിഷയം പോസ്റ്റ് ചെയ്ത ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ, മങ്ങാട് സ്നേഹതീരം എന്ന് പറയുന്ന എല്ലാ പാർട്ടി പ്രവർത്തകന്മാരുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇദ്ദേഹം ഇത് പരസ്പരമുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി വിവിധ പോസ്റ്റുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്നത്. തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ ഉടനെ അദ്ദേഹം അത് പിൻവലിച്ചു. വളരെ മാന്യമായ സമീപനം, ചെയ്തത് തെറ്റാണ്, പക്ഷേ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം അത് പിൻവലിക്കുന്നു. സൽമാൻ വാളൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകൻ, പേരാമ്പ്രക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചു. മിൻഹാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ട്രോൾ റിപ്പബ്ലിക് എന്ന് പറയുന്ന വിവിധ പാർട്ടി പ്രവർത്തകന്മാർ അഡ്മിന്മാരായിട്ടുള്ള നിരവധി പാർട്ടി നേതാക്കന്മാരെ ട്രോളുന്ന, ഒരുപക്ഷെ ആക്ഷേപഹാസ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ ഇത് പോസ്റ്റ് ചെയ്തു. നിരന്തരമായി വന്നൊരു സംഭവത്തെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. അദ്ദേഹം അത് പിൻവലിക്കാൻ വേണ്ടി, അതിൽ നിരവധി അഡ്മിന്മാരുണ്ട്, എല്ലാ പാർട്ടി ആളുകളുമുള്ള ഒരു പൊതു ഗ്രൂപ്പാണത്. അപ്പോൾ ഇതൊക്കെ നടന്നിട്ടുണ്ട്, അങ്ങനെ പിൻവലിച്ചിട്ടുണ്ട്. KK ലതിക അത് പിൻവലിക്കാൻ എത്ര കാലമെടുത്തു? പയ്യോളി ഏരിയ സെക്രട്ടറി ഇപ്പോഴും അത് പിൻവലിച്ചിട്ടില്ലല്ലോ. ഇവരൊക്കെ അജീഷ് മാസ്റ്ററുടെ പോസ്റ്റ് ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെ അന്വേഷണം നടത്തണം. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളിൽ ഈ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അപകടകരമായൊരു സമീപനമാണ്. മറ്റൊരു കാര്യം, കാസിമിൻ്റെ പരാതിയിൽ കേസെടുത്തിട്ടില്ല. കാസിമിൻ്റെ പരാതിയിലല്ല കേസെടുത്തിട്ടുള്ളത്. നെടുമ്പ്രമണ്ണ യൂത്ത് ലീഗ് ശാഖാ സെക്രട്ടറി ഇസ്മായിൽ എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിലാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്, വ്യാജമായ വാട്സപ്പ് ഗ്രൂപ്പ്. അതുകൊണ്ട് അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഒരു ഇര എന്ന നിലയിൽ കാസിം കോടതിയെ സമീപിച്ചത്. അതിനുശേഷമാണ് പോലീസ് ഈ റിപ്പോർട്ടുകൾ ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അതൊരു നിയമപരമായ വ്യവഹാരം അങ്ങനെയാണ്, അത്ര കാലതാമസം ഉണ്ടാകും എന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് CPMൻ്റെ പ്രതിനിധി നടത്തിയത്. അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി ഈ കേസുകളുടെ നാൾവഴികളെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. ഞങ്ങൾ ഈ പറയുന്നത് ഇത് കൃത്യമായി ഇതിൻ്റെ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം തുടരുക. ഞങ്ങൾ SP ഓഫീസ് മാർച്ച് ഉൾപ്പെടെ വീണ്ടും ഇതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായി പ്രതികളെ കണ്ടെത്തുന്നതുവരെ DYFI നടത്തട്ടെ. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ വേണ്ടി DYFI കണ്ടെത്തുമോ എന്നാണ് അറിയേണ്ടത്. പ്രൊഫസർ എം എൻ കാരശ്ശേരി, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും നമ്മൾ ഈ കാഫിർ വിഷയം ചർച്ച ചെയ്തതാണ്. അതിൻ്റെ തുടക്കം എവിടെ എന്നതിൻ്റെ സൂചനകൾ അന്ന് തന്നെ ലഭിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അത് ഷെയർ ചെയ്തു. ഇപ്പോൾ DYFI ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ പേരടക്കം ഇതിനകം പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹത്തെ സാക്ഷി ചേർത്തു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. ഇത് എങ്ങനെ അവസാനിക്കുമെന്നാണ് കാരശ്ശേരി മാഷ് കരുതുന്നത്? അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് വിധി പാർട്ടിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവിന് പരാജയം സമ്മാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറി. KK ശൈലജ എന്ന എല്ലാവരും ആദരിക്കുന്ന രാഷ്ട്രീയ നേതാവ് അവിടെ പരാജയപ്പെട്ടത് എങ്ങനെയെന്നു കൂടി പാർട്ടി ആലോചിക്കേണ്ടേ? സ്മൃതി, ഈ പോസ്റ്റിനെ പറ്റി വാർത്ത വന്ന ഉടനെ തന്നെ എന്നെപ്പോലുള്ള അനേകം ആളുകൾ അത് UDFകാർ ചെയ്തതാണെങ്കിൽ അവർക്ക് അത് തിരിച്ചടിയാവും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി വോട്ടർമാരല്ലാതെ നിഷ്പക്ഷമായി വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു തവണ LDFന്, ഒരു തവണ UDFന്, അല്ലെങ്കിൽ BJPക്ക് അങ്ങനെ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാധനം വന്നാൽ അതിൻ്റെ കേട് ഷാഫി പറമ്പിലിനാവും എന്നാലോചിക്കാനുള്ള വകതിരിവ് കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും UDFകാർക്കും പൊതുവെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ CPM അവരുടെ ശൈലി തിരുത്തും എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം KK ലതിക എന്ന് പറയുന്ന CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അത് ഷെയർ ചെയ്തത് അതിൻ്റെ അപകടം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനാണ് എന്ന തരത്തിൽ ന്യായീകരിച്ചാൽ അങ്ങനെ പോസ്റ്റ് ഉണ്ടാക്കിയതും ആ അപകടം പഠിപ്പിക്കാനാണെന്ന് വേറൊരാൾക്ക് പറയാം. അപ്പോൾ ശൈലജ ടീച്ചറും
എം വി ജയരാജനും തള്ളിപ്പറഞ്ഞ ഒരു കാര്യം പോലും എം വി ഗോവിന്ദൻ മാഷ് ന്യായീകരിക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, തിരുവനന്തപുരത്തെ വനിതാ മേയറും അവരുടെ ഭർത്താവും കൂടി യാത്ര ചെയ്യുന്ന കാറിൽ മുന്നിൽ പോകുന്ന ഒരു KSRTC ബസ്സിലെ ഡ്രൈവർ അശ്ലീല ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിൽ ഒരാൾക്ക് പോലീസിന് ഫോൺ ചെയ്താൽ മതി. അത് ചെയ്യാതെ കാറ് കൊണ്ടുപോയി അതിൻ്റെ മുമ്പിൽ നിർത്തിയ വണ്ടി തടഞ്ഞ് എല്ലാ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു അന്വേഷണം അവരുടെ CCTVയിലെ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നാ. അതിൻ്റെ അർത്ഥം എന്താ? മെമ്മറി കാർഡ് കാണണമല്ലോ, എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷിക്കാത്തത്? അപ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് 2 തരത്തിലാണ് പൗരന്മാരെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ CPMന് ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്വം വരുന്ന കേസുകൾ അന്വേഷിക്കാതിരിക്കുക, അന്വേഷിച്ചാൽ തന്നെ അത് തെളിയാതിരിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം ഏർപ്പാടായി മാറിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്കറിയുന്ന ആളുകൾ മറന്നുപോകാത്തതാണ് ഇവിടുത്തെ സ്ത്രീകളെ ആക്രമിച്ച കേസുകളൊക്കെ. അപ്പോൾ CPMൻ്റെ അനുഭാവികളോ അനുയായികളോ നേതാക്കന്മാരോ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രതിസ്ഥാനത്ത് വരും എന്നുണ്ടെങ്കിൽ അന്വേഷണം അവിടെ വഴിമുട്ടി നിൽക്കും. ഇപ്പോൾ CCTV ക്യാമറ മെമ്മറി കാർഡ് കാണാനില്ലല്ലോ, അതൊന്നും ആവില്ല, യാതൊന്നും ആവില്ല. അപ്പോൾ ഈ തരത്തിൽ രാഷ്ട്രീയം നടത്തിയാൽ, ഇപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം. കോഴിക്കോട് മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാണ്, CPMൻ്റെ സ്ഥാനാർത്ഥിയാണ് ശ്രീ എളമരം കരീം. കോഴിക്കോടിൻ്റെ പല ഭാഗത്തും പതിച്ച പോസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തത് കരീം ക എന്നാണ്. കരീം ക എന്നൊരു പേര് ബാലറ്റ് പേപ്പറിൽ ഇതിലുണ്ടാവില്ലല്ലോ. വോട്ടേഴ്സ് ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് കരീം എന്നായിരിക്കുമല്ലോ. കരീം ക എന്ന് പറയുന്നത് എന്തിനാ? അപ്പോൾ ഇത് സ്ഥിരമായൊരു ഏർപ്പാടാണ്. ഇപ്പോൾ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച കാര്യം ബഹുമാനപ്പെട്ട KK രമ MLA ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇത് ഇവരൊന്നും പഠിക്കുന്നില്ല. ആ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചതെന്ന് പഠിക്കേണ്ടതാണ് ഇതൊക്കെ. അപ്പോൾ അവരൊന്നും പഠിക്കുന്നില്ല, ഒന്നും തിരുത്തുന്നില്ല. മാത്രമല്ല, ഈ നേതാക്കന്മാരെക്കാൾ എത്രയോ കഷ്ടമായിട്ടാണ് അവരുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ പെരുമാറുന്ന അനുയായികൾ. അവർക്ക് പാർട്ടിക്കെതിരായിട്ടോ മുന്നണിക്കെതിരായിട്ടോ ഭരണത്തിനെതിരായിട്ടോ ഒരു വാക്ക് പറഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള തെറിവാക്കുകളാണ് വരിക എന്ന് എന്നെപ്പോലെ അനുഭവമുള്ള എത്രയോ ആളുകളുണ്ട്. ഞാനൊന്നും നോക്കാറില്ല, കാരണം അവരെന്താ പറയാൻ എനിക്കൊരു ഊഹമുണ്ട്. മിക്കവരും അങ്ങനെ ആയിരിക്കും, കാരണം നേരം കളയാൻ മാത്രമല്ല അത്. അപ്പോൾ ഈ തരം ഒരു അസഹിഷ്ണുത ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിന് ചേർന്നതല്ല. ഇവിടെ ഭരണമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. അവരുടെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത്. ആഭ്യന്തര വകുപ്പ് 24 മണിക്കൂർ കൊണ്ട് ഈ കാഫർ പോസ്റ്റ് ഇട്ട ആൾ ആരാണെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് വൈകി എന്നതിന് തന്നെ അർത്ഥം അതിന്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ് എന്ന് സാമാന്യമായി ജനങ്ങൾക്ക് മനസ്സിലാവും. അതൊന്നും ആർക്കും ഒരു സംശയം വരാനിടയില്ല. എന്നിട്ട് എലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു വാക്കുകൂടി സ്മൃതി, എലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യസഭാ മെമ്പറായ ശ്രീ A റഹീം എമ്മാതിരി അധിക്ഷേപമാണ് ഷാഫി പറമ്പലിനെതിരായിട്ട് ഉന്നയിച്ചത്. അദ്ദേഹം വിഷമാണെന്ന് പറഞ്ഞു. ഒരു MP ആണ് പറയുന്നത്. ആ MP ആണ് DYFIയുടെ സമുന്നത നേതാവാണ് എന്നുള്ള ഒരു നിലവാരം വിട്ടിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു തെളിവും ഇല്ലാതെയാണ് അന്ന് ഷാഫി പറമ്പിലിനെ കഠിനമായി A റഹീം അധിക്ഷേപിച്ചത്. അതൊക്കെ ജനാധിപത്യത്തോടും ജനപ്രതിനിധികളോടും കാണിക്കുന്ന അങ്ങേയറ്റത്തെ ധിക്കാരമാണ് എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം. ജനവിധി പുറത്തു വന്ന ശേഷവും നേതാക്കളുടെ പ്രതികരണം അതാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അഡ്വക്കേറ്റ് മറുപടി പറയാം. ഇപ്പോൾ KK രമ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡോക്ടർ MN കാരശ്ശേരി പറഞ്ഞ കാര്യങ്ങളുമുണ്ട്. താങ്കൾക്ക് മറുപടി പറയാം. ഇവിടെ ഏറ്റവും ആദ്യം ലീഗിന്റെ പ്രതിനിധിയോടാണ് ഒറ്റ മറുപടിയുള്ളൂ. ഈ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പിൽ വർഗീയ വികാരം ആളിക്കത്തിച്ച് വോട്ട് പിടിച്ചതിന്റെ പേരിൽ 2 പേരുടെ തെരഞ്ഞെടുപ്പാണ് അസാധുവാക്കിയത്. അതിലൊന്ന് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ KM ഷാജിയാണ്, മറ്റൊരാൾ വേറൊരാളാണ്. അപ്പോ 2 പേരിൽ ഒരാൾ ലീഗിന്റെ നേതാവാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര പ്രസംഗിച്ചാലും ജനങ്ങൾക്ക് ബോധ്യമുണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ലീഗ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. പിന്നെ ശ്രീ MN കാരശ്ശേരി മാഷ് വളരെ വിശദമായി തന്നെ പറഞ്ഞു.
കാരണം CPM-നെതിരായിട്ടാണ് അന്വേഷണം പോകുന്നതെങ്കിൽ ആ അന്വേഷണം അവിടെ നിൽക്കുമെന്ന്. ഈ കാരശ്ശേരി മാഷി ഇതിലും ആവേശത്തോടെ വന്ന് ഒരു 25 തവണ ചർച്ചയിൽ പങ്കെടുത്ത, യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ 25 ചർച്ച കാണാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട്, AKG സെന്റർ ആക്രമണം. എത്ര നിശിതമായിട്ടാണ് ഇതിലെ പ്രതികൾ CPM-കാർ തന്നെയാണെന്ന് പറഞ്ഞ് മാഷ് ചർച്ചയിൽ പങ്കെടുത്തേ. അവസാനം അതിലെ പ്രതിയെ പിടിച്ചത് മാഷ് അറിഞ്ഞോ? ആരൊക്കെയാണ് പ്രതികൾ? അന്ന് ഞങ്ങൾ വന്ന് പറഞ്ഞല്ലോ ഇതിൽ ഇന്ന ആളുകളാണ്, കോൺഗ്രസ് ആണ്, യൂത്ത് കോൺഗ്രസ് ആണ്. അന്ന് എത്ര നിശ്ചിതമായി ധാർമ്മികതയ്ക്ക് വേണ്ടി, മനുഷ്യസ്നേഹത്തിന് വേണ്ടി മാഷ് വാദിച്ചു. എന്നിട്ട് എന്തായിരുന്നു അതിന്റെ റിസൾട്ട്? അതുപോലെ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച സംഭവം വന്നപ്പോഴും മാഷ് വന്ന് പറഞ്ഞല്ലോ ഇതിന്റെ പ്രതികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പോലീസ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തില്ല, ഇൻവെസ്റ്റിഗേഷൻ വളച്ചൊടിക്കുകയാണെന്നൊക്കെ പറഞ്ഞല്ലോ. അവസാനം പ്രതിയെ പിടിച്ചത് മാഷ് അറിഞ്ഞോ? ആരായിരുന്നു പ്രതികൾ? അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഈ കേരളത്തിലുണ്ടായി. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ലക്ഷക്കണക്കിനുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിച്ച് ഇന്നതേ തിരുവനന്തപുരത്തെ CJM കോടതി അതിന്റെ വെബ്സൈറ്റുകൾ എല്ലാം ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നടത്തിയ വലിയ തട്ടിപ്പടക്കം ഇവിടെ പുറത്തു വന്നല്ലോ. അതിനും മാഷ് ചർച്ചയിൽ പങ്കെടുത്തല്ലോ. അപ്പോഴേ ഈ വലിയ രാഷ്ട്രീയ ധാർമ്മികത മാഷ് പറയുമ്പോ യഥാർത്ഥത്തിൽ CPM-നെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള വടിയായി അതിനെ ഉപയോഗിക്കുമ്പോ യഥാർത്ഥത്തിൽ സത്യം പുറത്തു വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചില ഒരു വ്യക്തികൾ, ഞാൻ പേര് പറയുന്നില്ല, നിരന്തരം വെളിപ്പെടുത്തൽ നടത്തി സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി അരുൺകുമാർ, ഈ വിഷയത്തിൽ തന്നെ നിങ്ങൾക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അത് പറയാം. ഞാൻ ചോദിക്കുന്നത് CPM-ലെ വിവിധ നേതാക്കൾ തന്നെ വ്യത്യസ്ത അഭിപ്രായം എന്തുകൊണ്ട് പറയുന്നു? ഇതൊരു ഏകാഭിപ്രായത്തിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ടാണ് MV ജയരാജനും MV ഗോവിന്ദനും KK ശൈലജയ്ക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത്? പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി നേതാക്കന്മാർക്ക് നിലപാടുണ്ടാവും, അത് അവർ പറയുകയും ചെയ്യും, അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. പാർട്ടിയുടെ നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. സത്യം പോസ്റ്റ് ചെയ്യുകയല്ല ചെയ്തത്, പരസ്യമായി പ്രതികരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഷെയർ ചെയ്തത് തെറ്റായി പോയി എന്ന് MV ജയരാജന് തോന്നുന്നു, MV ഗോവിന്ദന് അത് നല്ല നടപടിയായി തോന്നുന്നു. അതെങ്ങനെയാണ്? പാർട്ടിയാണല്ലോ, പാർട്ടിയിലെ നേതാക്കളാണല്ലോ. പാർട്ടിയുടെ നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ല, ഞാൻ പറയട്ടെ, പാർട്ടിയുടെ നിലപാട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷെയർ ചെയ്തത് ശരിയായി എന്നുള്ള അഭിപ്രായമാണ്. റിബേഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മാഷിന് ചിരിയായിരുന്നു. എന്താണ് ആ ചിരി? അല്ല, ഞാൻ പറയട്ടെ എന്ന് നിങ്ങളെ അഭിപ്രായം പറയാൻ സമ്മതിക്കില്ലെങ്കിൽ എന്താ? അന്വേഷണം നടക്കട്ടെ. ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി ഇടപെട്ടിട്ടില്ല, ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ല, സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. ഈ റിബേഷ് തന്നെ സ്വന്തം ഫോൺ പോലീസിന് ഹാജരാക്കി കെമിക്കൽ എക്സാമിനേഷൻ, ഫോറൻസിക് എക്സാമിനേഷൻ നടത്തൂ. എവിടെ നിന്നാണ് ഈ വീഡിയോ വന്നതെന്ന് നിങ്ങൾ കണ്ടെത്തൂ. ഇപ്പൊ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്നു അത് കൃത്യമായി ന്യായീകരിക്കുന്നത്. അരുൺകുമാർ, ഒരു ഉത്തരവാദിത്വമില്ലാതെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പോസ്റ്റ് ഷെയർ ചെയ്ത റിബേഷിനെ ചോദ്യം ചെയ്യണ്ട, ഈ ഫോൺ സമർപ്പിച്ചു എന്നാ പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന പ്രേക്ഷകർ AKG സെന്റർ ആക്രമിച്ചപ്പോഴും ഇതെല്ലാം CPM-ന്റെ തലയിലേക്ക് വെച്ചതല്ലേ? എത്രയോ സാഹചര്യം ശരിയായ സത്യസന്ധമായ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ നിങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തു? അതുകൊണ്ട് നിങ്ങൾ സമയം മാറ്റിവെച്ചോ? അത് നിങ്ങളുടെ രീതിയാണ്. പറഞ്ഞു പോകല്ലേ. ആ വിഷയമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാകാം, ആ സമയം ചർച്ച ഉണ്ടാകാമെന്നല്ല, ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് CPM തന്നെയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മാസങ്ങൾ ഈ കേരളത്തിന്റെ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ വലതുപക്ഷം ആക്രമിക്കാൻ, CPM-നെ ആക്രമിക്കാൻ AKG സെന്റർ ആക്രമണം ഉപയോഗിച്ചു. പാർട്ടിയെ പ്രധാനപ്പെട്ട നേതാക്കൾ ചെയ്തിരിക്കുന്ന ഗുരുതരമായ പിഴവ് നിങ്ങളൊന്നുമല്ലെങ്കിൽ രാജ്യത്ത് ന്യൂനപക്ഷ സംരക്ഷണം ഏറ്റെടുത്ത പാർട്ടിയാണല്ലോ. അരുൺ, എനിക്ക് അക്കാര്യത്തിൽ ഒരു തർക്കമില്ല. CPM ന്യൂനപക്ഷ സംരക്ഷണം ഏറ്റെടുത്ത പാർട്ടിയാണ്, രാജ്യത്ത് അങ്ങനെ ഒരു നിലപാടെടുത്ത പാർട്ടിയാണ്. നിങ്ങളിവിടെ BJP എടുക്കുന്ന മുസ്ലിം വിരുദ്ധ നിലപാടുകളെ ശക്തിയുക്തം എതിർത്ത പാർട്ടിയാണ്. അതേ നിങ്ങൾ വടകരയിൽ കളിച്ച കളി മോശം കളിയായി പോയി, സമ്മതിക്കൂ. നിങ്ങൾ എന്നൊന്നും പറയണ്ട, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, പരിശോധിക്കാം. പറഞ്ഞത് ഇതേ വസ്തുത കേന്ദ്രം പിണറായിയുടെ പോലീസ് കണ്ടെത്തുമോ? വാക്ക് തന്നിട്ട് പോകും, ചർച്ച അവസാനിപ്പിക്കൂ.
പിണറായിയുടെ പോലീസ് അന്വേഷിച്ച എല്ലാ കേസുകളും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലെയല്ല. പിണറായിയുടെ പോലീസ് അന്വേഷിച്ച എല്ലാ അന്വേഷണത്തിൽ അതിന്റേതായിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. അങ്ങനെ സത്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന സാഹചര്യം തന്നെയാണ് കേരളത്തിന്റെ പോലീസിനുള്ളത്. സ്റ്റിക്കർ ഓർമ്മിപ്പിച്ചു നിങ്ങളുടെ ചരിത്രം അല്ല, ആ ഓർമ്മിപ്പിക്കലൊക്കെ അവിടെ ഉണ്ടല്ലോ. നിങ്ങളുടെ ചരിത്രം മുമ്പ് അങ്ങനെ നിങ്ങളുടെ ചരിത്രം അതിനുശേഷം കൃത്യമായി അന്വേഷണ റിപ്പോർട്ട് വന്നു. നിങ്ങളുടെ ചരിത്രം പൊട്ടിച്ചിട്ട് മദ്രസയെ കൊണ്ടിടുന്നവരായവരെ ഫസലിനെ കൊന്നപ്പോ അദ്ദേഹത്തിന് തൂവാല കൊണ്ടുപോയിട്ട് നമുക്കറിയാം. ഏറ്റവും ആദ്യം ഇവരിൽ നിന്ന് സമയം കഴിയുന്നുണ്ടാണ്. അരുൺ തന്നെ പറയുന്നു പ്രഭവ കേന്ദ്രം കണ്ടെത്തുകയാണല്ലോ വേണ്ടത്. ഇനി ഇങ്ങനെ ഒരു പ്രചാരണം ഇവിടെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലും പാടില്ല. അത് പ്രത്യേകിച്ച് CPM ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിഴവ് തിരുത്തണം. ഞങ്ങളിൽ ഒരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇയാളെ ഈ പാർട്ടിക്ക് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റം ഈ പാർട്ടി കാണിക്കണം. അന്ന് അംഗീകരിക്കാം ഈ പാർട്ടിയെ, അന്ന് അംഗീകരിക്കാം ഈ പാർട്ടിയെ. അങ്ങനെ കാണിക്കണം. റിവേഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ചിരിക്കുകയല്ല വേണ്ടത്. റിവേഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ചിരിക്കുകയല്ല വേണ്ടത്. ചോദിക്കുമ്പോൾ റിവേഷ് ഉത്തരവാദിത്തമില്ലാതെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതര പിഴവാണ് എന്ന് പാർട്ടി സെക്രട്ടറി പറയേണ്ടിയിരുന്നു. KK ലതിക ഷെയർ ചെയ്തത് ഗുരുതര പിഴവാണ് എന്ന് പാർട്ടി പറയേണ്ടിയിരുന്നു. അരുൺ നോക്കൂ, അരുൺ ഏറ്റവും അധികം CPM കാരുള്ള നാടാണ് വടകര. ആ വടകരയിലെ CPM കാർ മാറി ചിന്തിച്ച് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് CPM കാർ തന്നെ ഷാഫിക്ക് വോട്ട് ചെയ്തു? 1,13,000 പരം വോട്ടുകൾക്ക് എങ്ങനെ ഷാഫി ജയിച്ചു? നിങ്ങൾ ഗുരുതരമായി ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അതിനു മുമ്പ് നടന്ന 2 തെരഞ്ഞെടുപ്പിലും മുല്ലപ്പള്ളി ജയിച്ചപ്പോഴും മുരളീധരൻ ജയിച്ചപ്പോഴും ഇല്ലാത്ത ആരോപണം, നിങ്ങൾ ഷാഫി പറമ്പിൽ എന്ന പേരുകാരൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രചാരണം തുടങ്ങിയത് നിങ്ങളാണ് അരുൺ, നിങ്ങളാണ്. ആ പിഴവ് തിരുത്തൂ. സ്മൃതി ഒരു മിനിറ്റ് പറയാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായി. ആ നേതാക്കന്മാർ ആരൊക്കെയാണ് എന്നാ ചോദിച്ചത്. തെളിവ് എന്താണെന്നാണ് KK രമ ചോദിച്ചത്. ആ പേര് എത്രയോ പേരാണ്. ഞാൻ പറയണോ? ഓരോരുത്തർ പോസ്റ്റ് ചെയ്ത ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ സൈബർ സഖാക്കളെ കൊണ്ട്. KK ശൈലജയെ ആക്രമിച്ചിട്ടുണ്ട്. സൈബർ സഖാക്കളല്ല, KK ശൈലജയും ആക്രമിക്കപ്പെട്ടു. അതേപോലെ തന്നെ KK രമയും വളരെ ഹീനമായ ഭാഷ കൊണ്ട് ഏതൊക്കെ രീതിയിൽ ഇടത് ഹാൻഡിലുകൾ മോശം വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് തെറിവാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് ഉപദ്രവിച്ചിട്ടുള്ള കാര്യം താങ്കൾക്കും അറിയുന്നതാണ് അരുൺ. ആ പ്രവണത തെറ്റാണ്. അവരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ പറയുന്നിടത്താണ് നിങ്ങൾ നല്ല പാർട്ടിയായി മാറുന്നത്. ഒരു മിനിറ്റ്, ഞാൻ കാരശ്ശേരി മാഷിലേക്ക് വന്നു. മാഷ് പറഞ്ഞോളൂ. അരുൺകുമാർ ആരോപിച്ച മാതിരി AKG സെന്റർ ആക്രമിച്ചത് CPM കാരാണ് എന്ന് ഞാൻ ഒരു ചർച്ചയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ ഓർമ്മത്തെറ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹം വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ്. ഞാൻ ഇരിക്കുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നിഷേധിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, കാരണം ഞാനത് കണ്ടിട്ടില്ല. പിന്നെ അവരാണ് ഞാനിതിനാ പറയുന്നത്. അതേ ഊഹിച്ചു പ്രതികളായി വരുമെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷനെ എല്ലാം കേരളത്തിന്റെ പോലീസ് തകർത്തു കളഞ്ഞു എന്ന് താങ്കൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന്റെ വീഡിയോ അയച്ചുതരാം. അങ്ങനെ ഏതെങ്കിലും നേതാക്കന്മാർ വർഗീയ പ്രചാരണത്തിലൂടെ തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് അരുൺകുമാർ ആവർത്തിച്ചു പറഞ്ഞു. അതിനു മുമ്പ് ലീഗിലെ നേതാക്കളോട് ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് മുന്നണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നേതാക്കൾ നടത്തിയ പ്രതികരണവും ഇവിടെ പൊതുജന മധ്യത്തിലുണ്ട്. അരുൺകുമാർ, പിഴവുകളുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതാണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും മുന്നിലുള്ള പോംവഴി. അത് തിരുത്തുമ്പോഴാണ് ആ പാർട്ടി കുറച്ചുകൂടി ഔന്നത്യത്തിലേക്ക് എത്തുന്നത്. ഈ പിഴവ് ജനം തിരിച്ചറിയുകയും ജനം വിധിയെഴുതുകയും ചെയ്ത ശേഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ പിഴവ് തിരുത്തി ഇനി ഇങ്ങനെ ഞങ്ങൾ ചെയ്യില്ല, ഇത് ഞങ്ങളിൽപ്പെട്ടവരല്ല, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളവരെ വേണ്ട എന്ന് പറയുന്നിടത്താണ് പാർട്ടി വിജയിക്കുന്നത്. അരുൺകുമാർ, ഏതായാലും നമുക്ക് നോക്കാം. പ്രഭവ കേന്ദ്രം കണ്ടെത്തുമെന്ന് അരുൺകുമാർ ഇവിടെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ആ ദിവസത്തിനായി കാത്തിരിക്കാം. ആ ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. വളരെ നന്ദി. സമയക്കുറവ് മൂലമാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, KK രമ, KP നൌഷാദ് അലി, ഡോക്ടർ MN കാരശ്ശേരി, മിസ് കിഴരിയൂർ ചർച്ചയിൽ പങ്കെടുത്തതിന്.